സംസ്ഥാനത്ത് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ കാലത്താണ് ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അതിൽ കഴിഞ്ഞ 2025 ഈ വഖഫ് ഭേദഗതി അതിൻ്റെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ എത്തുന്നുണ്ട്. ഇതിൽ ഹർജി കൊടുത്തതിൽ BJP നേതാവ് ഷോൺ ജോർജ് ഉണ്ട്, വിവിധ ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, ചില വ്യക്തികളുണ്ട്. ഈ ഹർജികളൊക്കെ പരിഗണിച്ചിട്ടാണ് കോടതി ഇതിൻ്റെ പ്രവർത്തനം തൽക്കാലം മരവിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്ന ഈ വഖഫിലെ അംഗങ്ങളിൽ മുസ്ലിങ്ങളല്ലാത്ത 2 പേർ കൂടി വേണം, അതുകൂടാതെ ഷിയ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തണം എന്നീ ചട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചട്ടങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നായിരുന്നു ഈ ഹർജിക്കാരുടെ ആരോപണം. ഇത് മുൻനിർത്തിയിട്ടാണ് നിലവിൽ ഹൈക്കോടതി ഇത്തരത്തിൽ ബോർഡിൻ്റെ പ്രവർത്തനം മരവിപ്പിക്കാനുള്ളൊരു നിർദ്ദേശം നൽകി. അതേസമയം സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത്തരം കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ് എന്നൊരു മറുപടി കൂടിയിട്ട് സർക്കാർ നൽകിയിട്ടുണ്ട്. വഖഫിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ദാവൂദ് സാഹിബ്, ഇതിൽ വന്ന പ്രതികരണങ്ങളിലൊന്ന് സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന മറുപടി സംഘപരിവാറിൻ്റെ താല്പര്യത്തിന് വഴങ്ങുന്നതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന് വന്ന വാർത്ത ഈ ഭേദഗതി പ്രകാരം 2 ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവിടെ പുനഃസംഘടിപ്പിച്ചു എന്ന വാർത്ത കൂടി വന്നിട്ടുണ്ട്. കേരളവും അത്തരം ഒരു പാതയിലേക്ക് നീങ്ങുന്നതിൻ്റെ ലക്ഷണം കൂടിയിട്ടാണോ? അല്ല, ഇതിൽ വഖഫ് അമെൻമെൻറ്റ് ആക്ട് കഴിഞ്ഞ വർഷം പാർലമെൻറ്റ് അവതരിപ്പിച്ചു. അത് പ്രകാരം സ്വാഭാവികമായിട്ടും 2 മുസ്ലിം അംഗങ്ങൾ വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കണം. അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൊരു തീർപ്പ് സുപ്രീം കോടതി എത്തിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അത് സബ്ജുഡൈസ് ആണെന്ന് വെച്ചാൽ വളരെ സബ്ജുഡൈസ് ആണ്. പക്ഷേ അതേസമയം പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയ പ്രസിഡൻഷ്യൽ അസെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് നിയമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് 2 മുസ്ലിം അംഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു നിയമപ്രശ്നമായിട്ട് കോടതിക്ക് മുമ്പാകെ വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് കേരള ഹൈക്കോടതിയിൽ വന്നത്. ഇപ്പോൾ സികേഷ് പറഞ്ഞതുപോലെ മധ്യപ്രദേശ് BJP സർക്കാർ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 2 മുസ്ലിങ്ങളെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട 2 അംഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വഖഫ് ബോർഡിൽ എന്തിന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തണം, അത് നിയമപരമായിട്ട് നിഷ്കർഷിക്കുന്നത് എന്തിനെന്ന ചോദ്യം അവിടെയുണ്ട്. കാരണം അങ്ങനെ ദേവസ്വം ബോർഡിൽ മുസ്ലിം അംഗങ്ങളുണ്ടോ എന്ന ചോദ്യം അവിടെയുണ്ട്. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു അനീതി, വളരെ ബ്ലാറ്റൻ്റ് ആയിട്ടുള്ള അനീതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ അനീതി പക്ഷേ സുപ്രീം കോടതിക്ക് മുമ്പാകെ മുസ്ലിം സംഘടനകൾ ബോധിപ്പിച്ചിട്ടും അതിലേതെങ്കിലും നിലക്കുള്ള നടപടിയെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അതിന് ഒരു ഇൻ്ററിം സ്റ്റേ കൊടുക്കുവാൻ അല്ലെങ്കിൽ ആ ബില്ലുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തിട്ടില്ല. അപ്പം ടെക്നിക്കലി ദാറ്റ് ഇസ് ലോ ഓഫ് ദ ലാൻഡ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മധ്യപ്രദേശ് സർക്കാരിൻ്റെ നടപടി അത് നിയമപരമായിട്ട് സാധുവാണ്. കേരളത്തിലെ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് ഒരാൾക്ക് കോടതിക്ക് മുമ്പാകെ വെക്കാവുന്നതാണ്. അതാണ് ഈ BJPയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് ഷോൺ ജോർജ് ഹർജിയായിട്ട് പോകുന്നു. ആക്ട്സ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സംഘടന ഹർജിയായിട്ട് പോകുന്നു. ഇതിലൊരു തമാശ എന്താണെന്ന് വെച്ചാൽ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെ ആദ്യമായിട്ട് പിന്തുണച്ച ആൾ, വെരി ഫസ്റ്റ് അതിനെ പിന്തുണച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വമാണ്. എന്തിനാണത് എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ്. അതേ ആളുകൾ ഇപ്പോൾ FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സംഘടനകൾ വഖഫ് ബോർഡിൽ ആരുണ്ടാകണം ഇല്ലാതിരിക്കണം എന്നുള്ളത് ക്രിസ്ത്യൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയമേ അല്ല. പക്ഷേ അങ്ങനെ ഒരു ഭേദഗതി കേന്ദ്രം സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്തവരവരാണ്. അത് കേരളത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു സഭയുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യൻ സംഘടനകൾ. അപ്പോൾ അത് ഈ വിഷയത്തിൽ ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്തിനാണതെന്നുള്ളത്. അപ്പോൾ അത് കോടതിയിൽ വന്നപ്പോൾ സർക്കാരിന് എന്ത് നിലപാട് സ്വീകരിക്കാം എന്നുള്ളതാണ്. സർക്കാരിന് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ഉൾപ്പെടുത്താതിരുന്നത് ഈ സർക്കാരല്ല, കഴിഞ്ഞ സർക്കാരാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് മുൻ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിയുകയും പുതിയ വഖഫ് ബോർഡ് അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പഴയ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള ഹംസ ചെയർമാനായിട്ടാണ് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ സർക്കാർ കോടതിയിലെടുത്തിട്ടുള്ള നിലപാടെന്ന് വെച്ചാൽ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്നുള്ളതാണ്. സർക്കാരിന് എന്ത് നിലപാട് സ്വീകരിക്കാമായിരുന്ന ചോദ്യം അവിടെയുണ്ട്. ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടാകാം എന്നൊരു പൊസിഷൻ വേണമെങ്കിൽ സർക്കാരിന് എടുക്കുമായിരുന്നു. എത്രത്തോളം ലീഗലി ബൈൻഡിങ് ആണെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. എനിവേ കോടതി അതിലൊരു തീർപ്പിലെത്തിക്കഴിഞ്ഞു. ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ ജോയിൻറ്റ് സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ ദൈനംദിന നടത്തിപ്പോയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഹർജിയല്ല ഏതാണ്ട് 4ഓളം ഹർജികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഹർജി വരുമ്പോൾ
നിലവിലുള്ള UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരതിലൊരു അവസരം കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചത് ഈ വഖഫ് ബോർഡ് അവരുടെ നിയന്ത്രണത്തിലുള്ള വഖഫ് ബോർഡല്ല. കാരണം UDFന് സ്വാധീനമുള്ള അല്ലെങ്കിൽ UDFിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുള്ള മുസ്ലിം ലീഗിന് ഏതെങ്കിലും നിലയ്ക്ക് സ്വാധീനമുള്ള ഒരു വഖഫ് ബോർഡല്ല. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഒരു നോമിനിയും ഇല്ലാത്ത ഒരേ ഒരു വഖഫ് ബോർഡായിരിക്കും ഈ വഖഫ് ബോർഡ്. കാരണം മുത്തവല്ലിമാരുടെ ഇതിന്ന് പോലും മുസ്ലിം ലീഗിൻ്റെ ആളുകളല്ല വന്നിരിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ KS ഹംസ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയ മുസ്ലിം ലീഗ് വിമതനായിട്ടുള്ള ഒരാളാണ്. മുസ്ലിം ലീഗിനെതിരെ പൊന്നാനിയിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വഖഫ് ബോർഡ് മാറണം എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ആഗ്രഹമാണ്. പക്ഷേ അത്ര എളുപ്പമല്ല ഇതിനെ പിരിച്ചുവിടുക എന്നുള്ളത്. അത് പലതരം ലീഗൽ ചലഞ്ചസിലേക്ക് അത് പോകും. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഹർജി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിലവിലുള്ള വഖഫ് ബോർഡിനെ ഫ്രീസ് ചെയ്യുകയോ അല്ലെ അതിനെ മാറ്റുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യാവുന്നൊരു സാധ്യത ഇതിനകത്ത് സർക്കാർ കാണുന്നുണ്ടാകും. അതുകൊണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് എനിക്ക് തോന്നുന്നത് കോടതി ആ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ 4-5 പേജുകൾ വളരെ ചെറിയ ജഡ്ജ്മെൻറ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിലൊരു താൽക്കാലിക തീർപ്പിൽ കോടതി എത്തുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു തീർപ്പിലെത്തുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സെക്രട്ടറി ലെവലിലായിരിക്കും സർക്കാരിന് സ്വാഭാവികം നേരിട്ട് കൈകാര്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ വകുപ്പിന് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വഖഫ് മിനിസ്ട്രിക്ക് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതിലെ പോയിൻ്റ് ഇതാണ്. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, വഖഫ് ബോർഡിൽ എന്തിന് ഇങ്ങനൊരു നിഷ്കർഷ കേന്ദ്ര സർക്കാർ വെച്ചു എന്നുള്ളത്. ആ ചോദ്യം അവിടെയുണ്ട്. ആ ചോദ്യം സുപ്രീം കോടതിക്ക് മുമ്പാകെയുണ്ട്. ഇനി അങ്ങനെ ഇവിടെ കേരളത്തിൽ മുസ്ലിങ്ങളില്ല എന്നതിൻ്റെ പേരിൽ BJPയും ചില ക്രിസ്ത്യൻ സംഘടനകളും അത് വലിയൊരു വിഷയമാക്കി എടുത്ത് ഒരു ലീഗൽ ഫൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തിന്, അതിൻ്റെ പേരിലുള്ള താല്പര്യങ്ങൾ എന്ത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ വഖഫ് സംരക്ഷണമോ അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളുടെ പരിപാലനമോ ഒന്നുമല്ല, മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിനകത്തുള്ളതെന്നുള്ളത് നിശ്ചയമായിട്ട് കാണാൻ പറ്റും. ഇതിൽ മൂന്നാമതൊരു സംഗതി ഉള്ളത് ഷിയ അംഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹർജി വരുന്നുണ്ട്. അത് കശ്മീരി ആയിട്ടുള്ള ഒരു ഷിയ മർച്ചൻറ്റ്, കൊച്ചിയിലുള്ള ഷിയ മർച്ചൻ്റാണ് ആ കേസ് കൊടുക്കുന്നത്. ഷിയ അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഷിയ അംഗത്തെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഷിയ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഒരാളുടെ ഒരു വിശ്വാസപരമായിട്ടുള്ളൊരു ചോയ്സാണ്. ഇപ്പോൾ രാവിലെ സുന്നിയായിട്ടുള്ള ഒരാൾക്ക് വൈകുന്നേരം ഷിയാകാൻ പറ്റും, വൈകുന്നേരം ഷിയ ആൾക്ക് അടുത്ത ദിവസം രാവിലെ വീണ്ടും സുന്നിയാകാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു അംഗം ഞാൻ ഷിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, നീ ഷിയ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു തിയോളജിക്കൽ ചോയ്സാണത്. അത് നായരുടെ മകൻ എപ്പോഴും നായരായിരിക്കും, നമ്പൂരിയുടെ മകൻ നമ്പൂരിയായിരിക്കും എന്നുള്ളത് പോലെ അങ്ങനെ ജന്മന ഉള്ള ഒരു സംഗതിയല്ല ഷിയ എന്നോ സുന്നി എന്നുള്ളത്. ആർക്ക് എപ്പോൾ വേണമെങ്കിൽ ഷിയ ആകാം, സുന്നിയാകാം. ഷിയ ആയിട്ട് വഖഫ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് കുറച്ച് ദിവസം കണ്ട് ഞാൻ സുന്നിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇതെങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്, ആരാണ് ഷിയ ആരാണ് സുന്നി എന്ന് തീരുമാനിക്കുന്നൊരു പ്രശ്നം. ഇതിനകത്തുള്ള ഒരാൾ ക്ലെയിം ചെയ്യണം ഞാൻ ഷിയാണ് എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ലീഗൽ ഫൈറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. ഒരു ഷിയ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഒന്നും നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ദ സോ കോൾഡ് ഷിയ തിയോളജി ഫോളോ ചെയ്യുന്ന ആളുകൾ വളരെ വളരെ വിരലിലെണ്ണാവുന്നവർ എന്ന് പറയാവുന്ന വിധം അപൂർവമാണ്. എനിവേ അതും ബൈ ലോ ഷിയ വഖഫ് ബോർഡ് ഇല്ലാത്ത സെപ്പറേറ്റ് ഷിയ വഖഫ് ബോർഡ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡിൽ ഷിയാങ്ങൾ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതുണ്ട്. അതും ചലഞ്ച് ചെയ്യപ്പെട്ട കാര്യമാണ്. ഇതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം SKSSM നേതാവ് സത്താർ പന്തല്ലൂർ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ വഖഫ് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനുവേണ്ടിയാണ് വഖഫ് ബോർഡ്. അതിനെ രാഷ്ട്രീയമായ ഒരു പ്രവർത്തനത്തിലുള്ള വേദിയാക്കുന്ന ഒരു സംഗതിയാണ് ഈ ലീഗൽ ഫൈറ്റ് എന്ന് പറയുന്നത്. അതിൽ സർക്കാർ സ്ട്രിക്റ്റായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഉയർത്താവുന്നൊരു സംഗതിയാണ്. പക്ഷെ അതേസമയം സർക്കാർ കാണുന്നത് എങ്ങനെയെങ്കിലും സർക്കാരിന് നിയന്ത്രണമുള്ള ഒരു ബോർഡാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ ലീഗലി ഇതാണ് ഇതിലൊരു പ്രശ്നം. ലീഗലി ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന ആ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPM അത് സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല പാർലമെൻറ്റിൽ അതേക്കുറിച്ച് ഏറ്റവും ശക്തമായി പ്രസംഗിച്ച ഒരാൾ KC വേണുഗോപാലാണ്, കോൺഗ്രസ് നേതാവുള്ള KC വേണുഗോപാലാണ്. അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നിലപാടുള്ള സർക്കാർ കോടതിയിൽ ആ രാഷ്ട്രീയ നിലപാട് എന്തുകൊണ്ട് ഉയർത്തിപ്പിടിച്ചില്ല, ശക്തമായി ഉയർത്തിയില്ല എന്ന ചോദ്യം അവിടെയുണ്ട്. യെസ് അജിംസ്, ഇതിൽ VD സതീശൻ സർക്കാർ നേരിടുന്ന ഒരു പ്രതിസന്ധി ഒരു വശത്ത് ഷോൺ ജോർജിനെ പോലെയല്ലേ BJP സംഘടനകളുടെ ആവശ്യം കോടതിയിലെത്തുന്നു. അപ്പോൾ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നുള്ള കാര്യം അവരവിടെ പറയുന്നു. അതേസമയം തന്നെ നിലവിലെ ബോർഡ് ചെയർമാൻ പറയുന്നുണ്ട് 5 വർഷം തുടരാം, നമ്മളതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, അത്തരത്തിലുള്ള അധികാരം തങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ട്. നിലവിൽ ഹൈക്കോടതിയുടെ ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പറയുന്നുണ്ട്. അവർ കൂടിയിട്ട് അതിൻ്റെ അകത്തൊരു
നിയമപോരാട്ടം നടത്തുമെന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ പുതിയൊരു ബോർഡ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇതേ കണക്ക് ഭേദഗതി അനുസരിച്ച് 2 ഹിന്ദു അംഗങ്ങളെ ഉൾപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് മുസ്ലിം ലീഗിൽ നിന്നടക്കമുള്ള വലിയ എതിർപ്പ് ഉണ്ടാക്കുകയില്ലേ സതീശൻ സർക്കാർ? സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നം എന്നതിലുപരി. അതിൻ്റെ കാരണം ഇത് സബ്ജുഡീസാണ് ഈ കേസ്. സുപ്രീം കോടതി പലവിധ ഹർജികൾ ഒറ്റയായിട്ട് പരിഗണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് ആദ്യം പരിഗണിച്ചപ്പോൾ ഒരു സ്റ്റേ കൊടുത്തില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ കൊടുത്തിട്ടില്ല. ആകെ ചെയ്ത് അതിൻ്റെ ഒരു ഓപ്പറേഷണൽ പ്രശ്നം പരിഹരിക്കാൻ, അതായത് ഇപ്പോൾ ആ നിയമം ഓപ്പറേഷണലാണെങ്കിൽ അതിലുണ്ടാകാൻ സാധ്യതയുള്ള ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചില വകുപ്പുകൾ അതിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യം കുറഞ്ഞത് 3 നോൺ മുസ്ലിം മെമ്പേഴ്സ് വഖഫ് ബോർഡിൽ വേണമെന്നുള്ളതായിരുന്നു. ഇതിൻ്റെ ഒരു മദർ ലോയിലുണ്ടായിരുന്നു. അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ട് 2ൽ കൂടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഡിസിഷൻ മേക്കിങ്ങിൽ മുസ്ലിം സമുദായത്തിൻ്റേതല്ലാത്ത താല്പര്യങ്ങൾ അതിൽ വരരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതല്ല, അത് അവിടുത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കണം അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ടാണ് സുപ്രീം കോടതി ആ ഒരു ലോജിക്കിലാണ് അത് ചെയ്തത്. 2 പേരിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്വാറം തികയുമ്പോൾ അവിടുത്തെ ഡിസിഷൻ മേക്കിങ്ങിൽ മജോറിറ്റി മുസ്ലിം മെമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. അത് 2ൽ കൂടാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലാ കളക്ടർക്കുണ്ടായിരുന്ന അപരിമേയമായ അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. അത് വീണ്ടും വഖഫ് ട്രൈബ്യൂണലിലേക്കാക്കി. ഇത് രണ്ടുമാണ് ആ ഓപ്പറേഷനിൽ, അതായത് ആ നിയമം അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകം തന്നെ ഒരുപാട് വഖഫ് പ്രോപ്പർട്ടികൾ അന്യാധീനപ്പെട്ടു പോയോ സർക്കാർ ടേക്ക് ഓവർ ചെയ്തതിനെ അത് തടയുകയാണ് ശരിക്കും സുപ്രീം കോടതി ചെയ്തത്. അവിടെയാണ് അപ്പോൾ അങ്ങനെ ഒരു നിയമം, ആ ഒരു അമെൻമെൻറ്റിൽ കോടതി ഇടപെട്ട് പാതി ഓപ്പറേഷണലായിട്ടുള്ളൊരു നിയമമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ പാതി ഓപ്പറേഷണലായ നിയമപ്രകാരമല്ല നിലവിലെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ് ഷോൺ ജോർജ് കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ ഇവിടെ UDF സർക്കാരിനെ സംബന്ധിച്ച് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒന്ന്, KSMCയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തുള്ള വഖഫ് ബോർഡ് 2028 വരെ അവർക്ക് തുടരാം. 2023 അവർ അധികാരത്തിലെത്തിയത്. അപ്പോൾ ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു ടെന്യൂറുണ്ട്. ഇപ്പോൾ ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ നിയമനമാണ്, ഞങ്ങൾ പിരിച്ചുവിടാൻ പോകുന്നതുകൊണ്ട് പിരിച്ചുവിടാൻ കഴിയില്ല. അവർക്ക് 2028 വരെ തുടരാം. അപ്പോൾ ഒരു UDF സർക്കാർ അധികാരത്തിലിരിക്കുകയും കഴിഞ്ഞ LDF സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു വഖഫ് ബോർഡ് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും UDF സർക്കാരിനെ സംബന്ധിച്ചത് ഹാപ്പി ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല. അവരേത് വിധേന എന്ത് ചെയ്യുക, ഈ ഒരു വഖഫ് ബോർഡ് ഏത് വിധേനയും പൊക്കോട്ടെ എന്നാണ് അവർ തീരുമാനിക്കുക. ഇപ്പോൾ ഉർവശി ശാബ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഷോൺ ജോർജ് ഹർജിയായിട്ട് പോകുന്നു. ഹർജിയായിട്ട് പോകുമ്പോൾ ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അതല്ലാതെ നോൺ മുസ്ലിം മെമ്പേഴ്സിനെ കൊടുക്കണമല്ലോ എന്നുള്ള ഒരു ധർമ്മസങ്കടം UDFന് വരികയില്ല. ഇനിയിപ്പോൾ അങ്ങനെ 2 നോൺ മുസ്ലിമുകൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് ആരാണെന്ന് മിക്കവാറും അത് മുസ്ലിം ലീഗ് ആയിരിക്കും തീരുമാനിക്കുക. മുസ്ലിം ലീഗാണ് അത്തരം ധാരാളം ലീഡേഴ്സ് നിലവിലുണ്ട്, അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. UDFനെ സംബന്ധിച്ച് അതൊരു ധർമ്മസങ്കടമൊന്നുമല്ല, 2 പേരെ കൊടുക്കുക എന്നുള്ളൊരു പ്രശ്നമേ അല്ല. അവരാഗ്രഹിക്കുന്ന എന്താണ്, ഹംസയുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് തൽക്കാലം ഏത് വിധേനയും അവരെ ഇറക്കി വിടുക, പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഭരിച്ചോളാം എന്ന് പറയുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോവുക. UDFനെ സംബന്ധിച്ച് അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കുന്നത്. KSMC വേണ്ട എന്ന് UDF അങ്ങ് തീരുമാനിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിനപ്പുറം അവിടെ പോയിട്ട് അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള നിയമത്തിൻ്റെ സബ്ജുഡൈസായ ഒരു നിയമത്തിലെ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഹൈക്കോടതിയിൽ പറയുകയല്ലോ ചെയ്യേണ്ടത്. അത് സുപ്രീം കോടതി ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർക്കാർ ചെയ്യുന്നത് എന്താ, ഇവരുള്ള വഖഫ് ബോർഡിനെ ഇപ്പോൾ ഇറക്കി വിടുക, പുതിയൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി അത് ചെയ്യുക, അതല്ലെങ്കിൽ സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുക എന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു പണിയിലേക്കാണ് സർക്കാർ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, VD സതീശൻ സർക്കാർ ഈ പ്രതിസന്ധിനെ എങ്ങനെ മറികടക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.